ഹായ് ഓൾ, സൈലത്തിൻ്റെ മറ്റൊരു HSA മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വെക്റ്റർ ആൾജിബ്രയിൽ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക് എന്താണെന്നും അതുമായി ബന്ധപ്പെട്ടിട്ട് HSA എക്സാമുകൾക്ക് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാം, ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ചെറിയ വീഡിയോ കാണുന്നതിലൂടെ എന്താണ് ആ കോൺസെപ്റ്റ് എന്നും അതിൽ നിന്ന് എങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാം എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ തുടങ്ങാം. നമുക്ക് അറിയേണ്ടത് വെക്റ്റർ ആൾജിബ്രയിലെ വെക്റ്റർ ഫീൽഡ് എന്താന്ന സദിശ മണ്ഡലം. വെക്റ്റർ ഫീൽഡിന്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ പറയുകയാണെങ്കിൽ ഒരു 2 ഡയമെൻഷണൽ സ്പേസിലെ 2D സ്പേസിലെ വെക്റ്റർ സ്പേസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഫീൽഡ് സദിശ മണ്ഡലം എന്ന് പറഞ്ഞാൽ, ആ ഒരു 2 ഡയമെൻഷണൽ സ്പേസിലെ ഏതൊരു പോയിന്റ് എടുത്താലും ആ പോയിന്റിന് ഒരു വെക്റ്റർ അസൈൻ ചെയ്യുന്ന ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ അതൊരു വെക്റ്റർ ഫംഗ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചാണ്. അപ്പൊ ഒരു 2 ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ സ്പേസിലുള്ള വെക്റ്റർ ഫംഗ്ഷനാ PI + QJ എന്ന് പറയുന്ന വെക്റ്റർ ഫംഗ്ഷൻ. എന്താ വെക്റ്റർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പോണന്റുകളായിട്ട് കോൺസ്റ്റന്റുകൾ കൊടുക്കുന്നതിന് പകരം എക്സിന്റെയും വൈന്റെയും ടേമിലുള്ള ഫംഗ്ഷൻസ് കൊടുക്കുക. അതിനെയാണ് വെക്റ്റർ ഫംഗ്ഷൻ എന്ന് വിളിക്കുക. എക്സാമ്പിൾ ആയിട്ട് നോക്കാം. എഫ് എന്ന് പറയുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നു. x² + y² i + 2xyj എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇയാൾ ഒരു വെക്റ്റർ ഫംഗ്ഷൻ. ഇതിനെ നമുക്ക് വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കാം. വെക്റ്റർ ഫംഗ്ഷനും വെക്റ്റർ ഫീൽഡും ഏകദേശം ഒരേ കോൺസെപ്റ്റാണ്. വെക്റ്റർ ഫീൽഡിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള ഏത് പോയിന്റ് എടുത്താലും, അപ്പൊ ഇവിടെ ഞാനൊരു പോയിന്റ് എടുത്തു എന്ന് വിചാരിക്കുക. ആ പോയിന്റ് 2,4. അതിവിടെ എക്സിനും വൈക്കും പകരമായിട്ട് ഇട്ട് കൊടുത്താൽ നമുക്കൊരു വെക്റ്റർ കിട്ടും. അപ്പൊ ഈ ഡയമെൻഷനിലെ 2 ഡയമെൻഷനിലെ ഏത് പോയിന്റുകൾ എടുത്തിട്ട് ആ പോയിന്റുകളുടെ കോർഡിനേറ്റ്സ് ആ ഫംഗ്ഷനിൽ ഇട്ട് കൊടുത്താൽ നമുക്കൊരു വെക്റ്റർ കിട്ടും. അതുകൊണ്ടാണ് അതിനെ നമ്മൾ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കുക. അപ്പൊ വെക്റ്റർ ഫീൽഡിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാ: ഒരു ഡയമെൻഷനിലെ ഏത് പോയിന്റിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വെക്റ്റർ കാണിക്കുന്ന ഫീൽഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെക്റ്റർ ഫീൽഡ്. മാത്തമാറ്റിക്കൽ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ വെക്റ്റർ ഫംഗ്ഷൻ തന്നെയാണ് വെക്റ്റർ ഫീൽഡ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു വെക്റ്റർ ഫീൽഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ ആയിട്ട്. ഇവിടെ ഏത് പോയിന്റ് നോക്കുകയാണെങ്കിലും അതിലൂടെയൊക്കെ ഒരു വെക്റ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഡിഫറെന്റ് സൈസിലുള്ള ഡിഫറെന്റ് ഡയറക്ഷനിലുള്ള വെക്ടറുകളൊക്കെ ഉണ്ട്. ഇനി വെക്റ്റർ ഫീൽഡിന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് കേളും ഡൈവേർജൻസും ഒക്കെ. അതെന്താന്നുള്ള കാര്യം നോക്കാം. ആദ്യം ഡൈവേർജൻസ് നോക്കാം. ഇത് കണ്ടോ, ഒരു വെക്റ്റർ ഫീൽഡ്. ഈ വെക്റ്റർ ഫീൽഡിൽ ചില സ്ഥലത്ത് വെക്റ്റർ ഫീൽഡുകൾക്ക് ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിൽ അതിന് ചുറ്റുമുള്ള വെക്ടറുകളെല്ലാം ആ പോയിന്റിലേക്ക് അങ്ങോട്ട് കൺവേർജ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്നും വെക്ടറുകളെല്ലാം പുറത്തേക്ക് പോകുന്ന രീതിയിൽ ഒരു ടെൻഡൻസി ഉണ്ട്. ഇങ്ങനെയുള്ള വെക്ടറുകളുടെ ടെൻഡൻസി അളക്കുന്നതിനെയാണ് നമ്മൾ വെക്റ്റർ ഫീൽഡിന്റെ ഡൈവേർജൻസ് അളക്കുക എന്ന് വിളിക്കുന്നത്. അപ്പൊ വെക്റ്റർ ഫീൽഡിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുക. അതിൽ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് വെക്റ്റർ ഫീൽഡിന്റെ ഡൈവേർജൻസ്, വ്യതിചലനം. അതായത് ഒരു വെക്റ്റർ ഫീൽഡിൽ ചില പോയിന്റുകളിൽ വെക്ടറുകൾ എങ്ങനെ ആ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്ന രീതിയിൽ ടെൻഡൻസി ഉണ്ടാകാം. ചില പോയിന്റുകളിൽ വെക്ടർ ആ പോയിന്റിൽ നിന്നും ഡൈവേർജ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇങ്ങനെ ഒരു പോയിന്റിലേക്ക് വെക്ടറുകളെല്ലാം കൺവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ആ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേര് സിങ്ക് എന്ന. നമ്മുടെ സിങ്ക് ഓർത്താൽ മതി, വെള്ളം അങ്ങനെ ഒഴുകിയാണ്ട് ഒരു കുഴിയിലേക്ക് അങ്ങനെ പോകുന്ന രീതി. അതുപോലെ തന്നെ ഒരു പോയിന്റിൽ നിന്നും പുറത്തേക്ക് വെക്റ്റർ ഫീൽഡുകൾ ഡൈവേർജ് ചെയ്തു പോകുന്നതിനെ നമ്മൾ വിളിക്കുക സോഴ്സ് എന്നാ വിളിക്കുക. അവർ സോഴ്സ് അന്വേഷിച്ച് പുതിയ സ്ഥലത്തേക്ക് പോവുക എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ഒരു വെക്റ്റർ ഫീൽഡിൽ എവിടേക്കാണ് സോഴ്സ്, എവിടേക്കാണ് സിങ്ക് എന്നുള്ളത് അളക്കുന്നതിനെയാണ് നമ്മൾ ഡൈവേർജൻസ് അളക്കുക, വ്യതിചലനം അളക്കുക എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കിയാൽ എനിക്ക് മനസ്സിലാകും, ഇവിടെ സിങ്ക് ആണ്, ഇവിടെ സോഴ്സ് ആണ്, ഇവിടെ സോഴ്സ് ആണ്, ഇവിടെ സോഴ്സ് ആണ്, ഇവിടെ സിങ്ക്. അപ്പൊ ഏതൊക്കെ പോയിന്റിലാണ് സോഴ്സ്, ഏതൊക്കെ പോയിന്റിലാണ് വെക്റ്റർ ഫീൽഡിന് സിങ്ക് ഉള്ളത് എന്നൊക്കെ എങ്ങനെയാ നമ്മൾ അളക്കുക? ഡൈവേർജൻസ് അളന്നാൽ മതി. അപ്പൊ ഡൈവേർജൻസ് എങ്ങനെയാ കാണുക? ഡൈവേർജൻസ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഒരു വെക്റ്റർ ഫീൽഡ് PI + QJ + RK എന്ന് പറയുന്ന 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു വെക്റ്റർ ഫീൽഡ് അല്ലെങ്കിൽ ഒരു വെക്റ്റർ ഫംഗ്ഷൻ തന്നാൽ അതിന്റെ ഡൈവേർജൻസ് കാണാനുള്ള പരിപാടി എന്ന് പറയുന്നത് ∂P/∂x + ∂Q/∂y + ∂R/∂z. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഇങ്ങനെയും പറയാം,
ഒരു വെക്റ്റർ ഫീൽഡ് എഫിന്റെ ഡൈവേർജൻസ് എന്ന് പറയുന്നത് ഡെൽ ഡോട്ട് എഫ് ആണ്. ഡെൽ ഡോട്ട് എഫ്. ഡെൽ എന്ന് പറഞ്ഞാൽ ആരാ? ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ, അതാണ് ഡെൽ. ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ ആരാ? പി ഐ പ്ലസ് ക്യൂ ജെ പ്ലസ് ആർ കെ. ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്താൽ കിട്ടുന്നതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് ഒരു വെക്റ്റർ ഫീൽഡിന്റെ ഡൈവേർജൻസ് കാണുക? ഒരു വെക്റ്റർ ഫീൽഡിന്റെ ഡൈവേർജൻസ് കാണാൻ ഡൈവേർജന്റ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്, അതിന്റെ നൊട്ടേഷൻ ഇങ്ങനെയാണ്, ഡൈവേർജന്റ് ഓഫ് എഫ്. അത് കാണാൻ ഡെൽ ഡോട്ട് എഫ് കണ്ടാ മതി. അതിന്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഡോ പി ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ സെറ്റ് ചെയ്താൽ മതി. ഇനി അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ് ഡൈവേർജൻസ് കണ്ടിട്ട് സിങ്കും സോയ്സ് ഒക്കെ സെലക്ട് ചെയ്യുക? അതാണ് പറയുന്നത്. ഡൈവേർജൻസ് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റ് ഒരു സോഴ്സ് ആയിരിക്കും. ഡൈവേർജൻസ് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ ആ പോയിന്റ് സിങ്ക് ആയിരിക്കും. ഡൈവേർജൻസ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക സോളിനോയിഡൽ ആണെന്ന് വിളിക്കും. ഒരു എൻറ്റയർ വെക്റ്റർ ഫീൽഡിൽ ഡൈവേർജൻസ് 0 ആണെങ്കിൽ നമ്മൾ അതിനെ സോളിനോയിഡൽ ഫീൽഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ ഫീൽഡ് എന്ന് വിളിക്കും. അപ്പൊ ഒന്നും കൂടെ പറയാം. ഒരു വെക്റ്റർ ഫീൽഡിന് ഉണ്ടാകുന്ന ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഡൈവേർജൻസ് വ്യതിചലനം. ചില പോയിന്റുകളിൽ വെക്ടറുകളുടെ കൺവേർജ് ചെയ്യുന്ന രീതിയിലും ചില പോയിന്റുകളിൽ ഡൈവേർജ് ചെയ്യുന്ന രീതിയിലുള്ള ടെൻഡൻസി ഉണ്ട്. അതിനെ സിങ്ക് എന്നും സോഴ്സ് എന്നും വിളിക്കും. ഡൈവേർജൻസ് കാണാനായിട്ട് ഡെൽ ഡോട്ട് എഫ് കണ്ടാൽ മതി. ഡൈവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കും എന്നാ പഠിച്ചിട്ടുള്ളത്? ഡൈവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ അവിടെ സോഴ്സ് ആയിരിക്കും. ഡൈവേർജൻസ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ സിങ്കാ. അപ്പൊ ഇത് സിങ്ക് ആണോ എന്ന് എങ്ങനെയാ മനസ്സിലാക്കുക? അതിന്റെ ഡൈവേർജൻസ് നിങ്ങൾ കണ്ടു നോക്കിയാൽ മതി. ഡൈവേർജൻസ് നിങ്ങൾക്ക് കിട്ടുന്നത് നെഗറ്റീവ് ആണെങ്കിൽ സിങ്ക് ആണ്. ഡൈവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ അയാൾ ആരാ? സോഴ്സ് ആണ്. ഡൈവേർജന്റ് 0 ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുക സോളിനോയിഡൽ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ എന്ന് വിളിക്കുക. ആ കോൺസെപ്റ്റ് ക്ലിയർ ആയേ? രണ്ടാമത്തേലേക്ക് പോകാം. കേള്. ഒരു വെക്റ്റർ ഫീൽഡിന്റെ കേൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വെക്റ്റർ ഫീൽഡിന്റെ കേൾ എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വെക്റ്റർ ഫീൽഡിൽ കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. വെക്റ്റർ ഫീൽഡുകളിൽ ചില പോയിന്റുകളിൽ വെക്ടറുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ടെൻഡൻസി ഉണ്ടാകും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ കണ്ടോ, വെക്ടറുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. ഇവിടെയും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, ഇവിടെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചില പോയിന്റുകളിൽ വെക്ടർ ഇങ്ങനെ സർക്കുലർ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. അത് അളക്കുന്നതിനെയാണ് നമ്മൾ കേൾ അളക്കാന്ന് വിളിക്കുക. കേള് പോസിറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ഒരു ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള റൊട്ടേഷൻ ആയിരിക്കും. കേള് നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലുള്ള പ്രൊട്ടക്ഷൻ ആയിരിക്കും. കേള് 0 ആണെങ്കിൽ അവിടെ റൊട്ടേഷൻ ഉണ്ടാവില്ല. അതിനെ ഇറൊട്ടേഷണൽ എന്നാ വിളിക്കുക. ഇനി എങ്ങനെയാ കേള് കാണുക? കേള് കാണാനുള്ള ഇക്വേഷൻ, ഡൈവേർജൻസ് കാണാൻ ഡെൽ ഡോട്ട് എഫ് ആണെങ്കിൽ കേള് കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡെൽ ക്രോസ് എഫ്. അപ്പൊ കേൾ എഫ് കാണാൻ ഡെൽ ക്രോസ് എഫ് ചെയ്താൽ മതി. അതാണ് കേൾ എഫിന്റെ ഇക്വേഷൻ. എങ്ങനെ ഡെൽ ക്രോസ് എഫ് കാണുക? ഡെൽ ക്രോസ് എഫ് കാണാൻ എന്താ? മുകളിൽ ഐ ജെ കെ, രണ്ടാമത്തെ ലൈന് ഡോ ബൈ ഡോ എക്സ്, ഡോ ബൈ ഡോ വൈ, ഡോ ബൈ സെറ്റ്, മൂന്നാമത്തെ ലൈന് പി ക്യു ആർ. ഇത് കണ്ടാൽ മതി. ഇതിനെയാണ് നമ്മൾ കേൾ എന്ന് വിളിക്കുക, ഡെൽ ക്രോസ് എഫ്. ഇനി കേളിന്റെ പ്രത്യേകതകൾ: കേള് പോസിറ്റീവ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, കേള് നെഗറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, കേള് 0 ആണെങ്കിൽ ഇറൊട്ടേഷനിലാണ്, കേള് നോൺ 0 ആണെങ്കിൽ വോർട്ടെക്സ് അറ്റ് പി എന്ന് പറയാറുണ്ട്. ഇതൊക്കെയാണ് കേളിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി കേളും ഇതും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക. കേൾ ഓഫ് ഗ്രേഡിയന്റ് ഓഫ് ഗ്രേഡിയന്റിന്റെ കേള് 0 ആയിരിക്കും, കേളിന്റെ ഡൈവേർജൻസ് 0 ആയിരിക്കും. ഈ രണ്ട് പ്രോപ്പർട്ടി മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഇപ്പൊ എന്തൊക്കെയാ പഠിച്ചത്, എന്തൊക്കെയാ എനിക്ക് ഇവിടെ കൺഫ്യൂഷൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഡൈവേർജൻസും, രണ്ട് കേളും. ഡൈവേർജൻസ് എഫ് എങ്ങനെ കാണുക, കേൾ എഫ് എങ്ങനെ കാണുക. ഡൈവേർജൻസ് എങ്ങനെ കാണുക, കേൾ എഫ് എങ്ങനെ കാണുക. ഇനി പലർക്കും ഉണ്ടാവുന്ന ഡൗട്ട് എന്താന്ന് വെച്ചാൽ, ചോദ്യം കാണുന്ന സമയത്ത് ഡൈവേർജൻസ് ഡെൽ ഡോട്ട് എഫ് ആണോ ഡെൽ ക്രോസ് എഫ് ആണോ എന്ന് ആലോചിക്കും. അതുപോലെ തന്നെ കേള് ഡെൽ ക്രോസ് ആണോ ഡെൽ ഡോട്ട് ആണോ എന്ന് ആലോചിക്കും. സിമ്പിളായിട്ട് അതിന്റെ ഫസ്റ്റ് ലെറ്ററിൽ തന്നെ ആ സാധനം കിടക്കുന്നുണ്ട്. ഡൈവേർജൻസ് കാണാനാണെങ്കിൽ ഡെൽ ഡോട്ട് എഫ് കണ്ടാൽ മതി, കേള് കാണാനാണെങ്കിൽ ഡെൽ ക്രോസ് എഫ് കണ്ടാൽ മതി. സിമ്പിളായിട്ട് അവിടെ തന്നെ ഓർക്കുക, പിന്നെ അത് മാറുകയില്ല. ഇനി എങ്ങനെയൊക്കെ അതിന്റെ പ്രോപ്പർട്ടീസ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ഡൈവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ സോഴ്സ് ആണ്, നെഗറ്റീവ് ആണെങ്കിൽ സിങ്ക് ആണ്, 0 ആണെങ്കിൽ സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ, കേൾ എഫ് പോസിറ്റീവ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ, നെഗറ്റീവ് ആണെങ്കിൽ ക്ലോക്ക് വൈസ് റൊട്ടേഷൻ,
0 ആണെങ്കിൽ ഇറൊട്ടേഷനിലാണ്. ഇനി ഇതിന് എങ്ങനെ ചോദ്യങ്ങൾ വരാം? തുടങ്ങാം. എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഐ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് സെഡ് സ്ക്വയർ കെ എന്ന വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ് എത്രയാ? അപ്പൊ തുടങ്ങാം. ഡൈവേർജൻസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ആലോചിക്കണം എന്താ ഡൈവേർജൻസ്. ഡെൽ ഡോട്ട് എഫ്. ആ ഡി കാണുമ്പോൾ തന്നെ ആലോചിക്കണം. ഡെൽ ഡോട്ട് എഫ് എങ്ങനെ കാണുക? ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ. ഇതാണ് ഡെൽ. ഡോട്ട് എഫ് എന്താ? എക്സ് സ്ക്വയർ ഐ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് സെഡ് സ്ക്വയർ കെ. അപ്പൊ തുടങ്ങാം. ഡോട്ട് പ്രൊഡക്റ്റ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് കാണുമ്പോൾ 2x പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ 2y പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെഡ് സ്ക്വയർ 2z. 2 ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെറ്റ് എന്ന് കിട്ടുന്നു. ഇതാണ് ആ വെക്ടർ ഫീൽഡിന്റെ ഡൈവേർജൻസ്. ഇനി ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഡൈവേർജൻസ് കാണാൻ 1 3 -2 ഡൈവേർജൻസ് കാണാൻ എക്സിന് 1ഉം വൈക്ക് 3ഉം അടുത്തതിന് -2ഉം അങ്ങനെ ആ പോയിന്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് ആ പോയിന്റിലുള്ള ഡൈവേർജൻസ് കാണാം. അത് പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡൈവേർജൻസ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ്? സോയ്സ് ആയിരിക്കും. അങ്ങനെ പറയാൻ പറ്റും. അടുത്തത് നോക്കാം. ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ആണെങ്കിൽ ഡൈവേർജൻസ് ഓഫ് ആർ എന്താ? ഇത് HSC എക്സാമിന് 2022 ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യ. ഡൈവേർജൻസ് എങ്ങനെ കാണുക? ഡൈവേർജൻസ് ഓഫ് ആർ. ആറിന്റെ ഡൈവേർജൻസ് കാണാൻ എന്താ ഡൈവേർജൻസ്? ഡെൽ ഡോട്ട് എഫ്. ഡെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ സെറ്റ് കെ. ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ. തുടങ്ങാം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് 1, ഡോ ബൈ ഡോ വൈ ഓഫ് വൈ 1, ഡോ ബൈ ഡോ സെറ്റ് ഓഫ് സെറ്റ് 1 1 1 1. ഉത്തരം 3. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. സെറ്റ് അല്ലേ? അടുത്ത ചോദ്യം. എഫ് ഈക്വൽ ടു വൈ ഐ മൈനസ് എക്സ് ജെ എന്ന വെക്ടർ ഫീൽഡിന്റെ കേൾ എത്രയാ? കണ്ടോക്കാം. കേൾ എഫ് കാണാനായിട്ടുള്ള ഇക്വേഷൻ, കേൾ കാണുമ്പോൾ തന്നെ ഡെൽ ക്രോസ് എഫ് ഓർമ്മ വേണം. ഡെൽ ക്രോസ് എഫ് എങ്ങനെ കാണുക? മുകളിൽ ഐ ജെ കെ, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ്. ഫംഗ്ഷൻ ആരാ? ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് ആ വൈ ആണ്, വൈന്റെ സ്ഥാനത്ത് -x, അടുത്ത സ്ഥലത്ത് 0 ചെയ്ത് നോക്കാം. എങ്ങനെയാ ഡിറ്റർമിനന്റ് കാണുക? ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ 0 ഡോ ബൈ ഡോ സെറ്റും 0, അപ്പൊ ഈ ടേം 0 മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് 0 ഡോ ബൈ ഡോ സെറ്റ് ഓഫ് വൈ 0. അടുത്ത കെ ഇൻറ്റു എന്താ കെ ഇൻറ്റു കിട്ടുക? ഡോ ബൈ ഡോ എക്സ് ഓഫ് -x -1 ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്ന് പറഞ്ഞാൽ അയാളും ആരാണ്? ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എന്നല്ലേ വരുന്നത്, -1 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഉത്തരം ടോട്ടൽ -2k. അതാണ് ഇവിടുത്തെ ഉത്തരം. ഓപ്ഷൻ സി -2k. ഇതാണ് ആ വെക്ടർ ഫീൽഡിന്റെ കേൾ എന്നറിയപ്പെടുന്നത്. അടുത്തത് HSCയുടെ 2022 ചോദിച്ചിട്ടുണ്ടായിരുന്ന ചോദ്യ. ആർ എന്ന് പറയുന്ന വെക്ടർ ഫീൽഡ് തന്നിട്ടുണ്ട്. ഡെൽ ക്രോസ് ആർ കണ്ടെത്തുക. ഡെൽ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ അതിന്റെ കേൾ ആണെന്ന് അറിയാലോ. കേൾ കാണാൻ എന്താ ചെയ്യുക? ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെറ്റ്. പിന്നുള്ളത് ആരാണ്? എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെറ്റ് ഉണ്ട്. ചെയ്ത് നോക്കാം. എങ്ങനെയാ? ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് സെറ്റ് 0 ഡോ ബൈ ഡോ സെറ്റ് ഓഫ് വൈ 0, അത് കിട്ടി. മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെറ്റ് 0 ഡോ ബൈ ഡോ സെറ്റ് ഓഫ് എക്സ് 0 പ്ലസ് കെ ഇൻറ്റു അതും 0 കിട്ടും. ടോട്ടൽ 0. അപ്പൊ ഇവിടുത്തെ ഡൈവേർജൻസ് കേൾ 0 ആണ്. കേൾ 0 ആണെങ്കിൽ ആ വെക്ടർ എന്ത് ഫീൽഡാണ്? ഇറൊട്ടേഷണൽ വെക്ടർ ഫീൽഡാണ്. അപ്പൊ ഇയാൾ എന്താ കിട്ടുന്നത്? ഉത്തരം 0 വെക്ടർ ആണ്. ആൻസർ കിട്ടുക ഓപ്ഷൻ എ. കേൾ 0 ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇയാൾ ഇറൊട്ടേഷണൽ വെക്ടർ ഫീൽഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത ചോദ്യം. എഫ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ഐ പ്ലസ് സെഡ് കെ എന്ന വെക്ടർ ഫീൽഡ് ഡാഷ് ആണ്. നമ്മൾ നേരത്തെ കണ്ട അതേ വെക്ടർ ഫീൽഡാ. അതിന്റെ കേൾ എഫ് കണ്ട 0 ആണ് കിട്ടുക. കേൾ എഫ് 0 ആണെങ്കിൽ അയാൾ ഇറൊട്ടേഷണൽ വെക്ടർ ഫീൽഡ് ആണ്. ഇറൊട്ടേഷണൽ. ഓപ്ഷൻ സി ഇറൊട്ടേഷണൽ ഇസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം. യു ഈക്വൽ ടു ax y മൈനസ് z സ്ക്വയർ i പ്ലസ് x സ്ക്വയർ പ്ലസ് 2yz y സ്ക്വയർ മൈനസ് ax z k. ഇതൊരു ഇറൊട്ടേഷണൽ വെക്ടർ ആണെങ്കിൽ എയുടെ വില എത്രയാന്ന് കണ്ടെത്തുക. നമുക്കറിയാം ഇറൊട്ടേഷണൽ ആണെങ്കിൽ ഇയാളുടെ കേൾ എന്തായിരിക്കും? 0 ആയിരിക്കും. കേൾ എങ്ങനെയാ കാണുക? കേൾ കാണാൻ ഐ ജെ കെ, ഇവിടെ ഡോ ബൈ ഡോ എക്സ് ഉണ്ട്, ഡോ ബൈ ഡോ വൈ ഉണ്ട്, ഡോ ബൈ ഡോ സെറ്റ് ഉണ്ട്. ഒന്നാമത്തെ ഫംഗ്ഷൻ ax y മൈനസ് z സ്ക്വയർ, രണ്ടാമത്തെ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 2yz, മൂന്നാമത്തെ ഫംഗ്ഷൻ വൈ സ്ക്വയർ മൈനസ് ax. ഇതിന്റെ ഡിറ്റർമിനന്റ് 0 ആകാം. ഡിറ്റർമിനന്റ് 0 ആക്കാം. തുടങ്ങാം. ഐ ഇൻറ്റു ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ 2y
മൈനസ് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ഇയാൾ x² + 2yz വിത്ത് റെസ്പെക്ട് ടു സെറ്റ് ചെയ്യുമ്പോൾ അവിടെയും 2y കിട്ടും. മൈനസ് ജെ ഇൻറ്റു ജെന്റെ കാര്യം നോക്കാം, ഡോ ബൈ ഡോ എക്സ് ഓഫ് -a ആണ് അവിടെ കിട്ടുക, മൈനസ്. അടുത്തത് ഡോ ബൈ ഡോ സെറ്റ് ഓഫ് AXY - z² എന്ന് പറയുമ്പോൾ -2z എന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ സെറ്റ്. അടുത്ത പ്ലസ് k ഇൻറ്റു എന്താ കിട്ടുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് x² 2x മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് ഇയാൾ കിട്ടുന്നത് AX എന്നാ കിട്ടുക, 2x - AX. ഇത് 0 ആണെന്നാ പറഞ്ഞത്. ഇത് 0 ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം 0i + 0j + 0k. നമ്മളോട് കാണാൻ പറഞ്ഞത് എയുടെ വിലയാണ്. എയുടെ വില കാണാൻ ഏതെങ്കിലും ഒരു സാധനം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ 2x - AX ഇവിടെ 0. അപ്പൊ എന്ത് കൊടുക്കാം, 2x - AX = 0. x ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്താൽ 2 - a = 0. അപ്പൊ ഒന്നെങ്കിൽ x 0 ആകാം, അല്ലെങ്കിൽ 2 - a 0 ആകാം. 2 - a 0 ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, a എന്ന് പറഞ്ഞാൽ 2 എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ എന്റെ ആൻസർ 2, ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് എന്തുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ളത്, ഡൈവേർജൻസും കേളുമായി ബന്ധപ്പെട്ടിട്ട് വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇനി ആ ഒരു ടോപ്പിക്ക് മറക്കില്ല എന്ന് വിചാരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഞാൻ നിർത്തുന്നു. താങ്ക് യു ഓൾ.